ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. രാവിലത്തെ തിരക്കുകളും വിശേഷങ്ങളുമാണ് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത്. അപ്പോൾ രാവിലെ എണീറ്റ് ചോറിന് വെള്ളം വെച്ച് അരിയൊക്കെ ഇട്ടിട്ടുണ്ട്, അത് തിളയ്ക്കാനായിട്ടുണ്ട്. ചോറിന് കറി വയ്ക്കുന്നത് കൊള്ളുപ്പേരിയാണ്. കൊള്ള് എന്ന് പറഞ്ഞാൽ മുതിര എന്നും പറയും, കൊള്ള് എന്നും പറയും. അപ്പോൾ കൊള്ളുപ്പേരിയും മോരുകറിയാണ് വെക്കുന്നത്. അപ്പം കൊള്ളൊക്കെ കഴുകി കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട്. അതിനാവശ്യമായ ഉള്ളി അരിയാണ്. കൊള്ള് ഉപ്പേരിയും മോരുകറിയും നല്ല കോമ്പിനേഷനാണ്. അതുപോലെ രസവും കൊള്ളുപ്പേരിയും, പിന്നെ ഒരു മീൻ വറുത്തും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയാണ്. കഞ്ഞിക്കൊക്കെ സൂപ്പറാട്ടോ. പാലക്കാട് ഇത് കറിയും വയ്ക്കും, ഉപ്പേരിയും വയ്ക്കും, വേവിച്ചും കഴിക്കും. കൂടുതലായിട്ട് ഇവിടെ എല്ലാവരും ഇത് കഴിക്കാറുണ്ട്. ചൂടുള്ള സമയത്ത് ഇതിന് ചൂട് കൂടുതലാണെന്ന് പറയാറുണ്ട്, എനിക്കറിയില്ല. അപ്പോൾ കൊള്ളുപ്പേരിക്ക് ചെറിയുള്ളി അരിഞ്ഞതും വെളുത്തുള്ളി അരിഞ്ഞത് പിന്നെ വറമുളക് എല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കൊള്ളിട്ടിട്ട് നല്ല വെള്ളമൊക്കെ തോർത്തിയെടുക്കും, അങ്ങനെയാണ് വെക്കാറ്. കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. ഇത്തിരി കൂടി എരിവ് വേണ്ടവർക്ക് മുളക് പൊടി കൂടി ഇട്ട് കൊടുക്കാം, നല്ലതാട്ടോ. കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ് ഇവിടെ ഉണ്ടാക്കുമ്പം. അത് റെഡി ആയിട്ടുണ്ട്. അപ്പം തന്നെ ഇതാ ഞാൻ ചായ വെച്ചിട്ടുണ്ട്. ചായ കുടിച്ചിട്ട് ബാക്കി പണികൾ ചെയ്യാമെന്ന് വിചാരിച്ചു. സമയം 7 മണി ആയിട്ടുണ്ട്. അപ്പോഴിതാ ചായയൊക്കെ ആയിട്ടുണ്ട്. ചായയൊക്കെ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് സാവധാനത്തിൽ ചൂടോടെ കുടിച്ചു. എനിക്ക് ചൂടോടെ കുടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. പിന്നെ ഇതാ മോരുകറി ആയിട്ടുണ്ടായിരുന്നു. ഇതാ റീക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചോറെടുത്തിട്ടുണ്ട്. പിന്നെ മോരുകറിയും കൊള്ളുപ്പേരിയാണ് ഇന്ന് ഉച്ചയ്ക്ക് അവൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. ചൂടൊക്കെ ആറിയിട്ടുണ്ടായിരുന്നു. ആറിയതിന് ശേഷമാണ് ഇങ്ങനെ കുപ്പിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഇതാ കൊള്ളുപ്പേരി ഇങ്ങനെ ഒരു പാത്രത്തിലാക്കിയിട്ടുണ്ട്. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ്. ഇന്നലെ അരച്ച മാവാണ്. ഒരു ദിവസം അരച്ചാൽ ഞങ്ങൾക്ക് 2 ദിവസത്തേക്ക് ഉണ്ടാവും. പിന്നെ തേങ്ങാ ചമ്മന്തി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ദോശയൊക്കെ ചുട്ടു, റീക്ക് കൊടുത്തു. അവൾ സ്കൂളിലേക്ക് പോയിട്ടുണ്ട്. 8:30 കഴിഞ്ഞു കേട്ടോ. അപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കഴുകുകയാണ്. അപ്പോൾ ഞങ്ങൾക്കുള്ള ദോശയൊന്നും ഉണ്ടാക്കിയിട്ടില്ല. ഇതിലും കൂടുതൽ പാത്രം ഉണ്ടായിരുന്നു. ഞാൻ കുറച്ച് നേരത്തെ കുറേയൊക്കെ കഴുകി, ബാക്കിയുള്ളതാണ്. രാവിലെ ഒരുപാടുണ്ടാവും കേട്ടോ. പിന്നെ ഇതാ ഞാൻ ഫ്രണ്ടിലേക്ക് വന്നപ്പോൾ പേപ്പർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പേപ്പർ വരുമ്പോൾ ഒന്ന് ഓടിച്ചു നോക്കൂ കേട്ടോ. പിന്നെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നല്ല വിശദമായിട്ട് വായിക്കും. അങ്ങനെ അതൊക്കെ നോക്കി. പിന്നെ കുറച്ച് ദോശ ചുടാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ചുട്ടു. ഞാൻ കഴിക്കുകയാണ്. ഇപ്പം 9 മണി കഴിഞ്ഞു. അല്ലെങ്കിൽ ഞാൻ 8:30 8:45 ആകുമ്പം കഴിക്കുന്നതാണ്. ഇന്ന് ഇത്തിരി വൈകിപ്പോയി കേട്ടോ. അതൊക്കെ കഴിച്ചു. കഴിച്ച പാത്രമൊക്കെ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി. സിങ്കും കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചു. പിന്നെ ഗ്യാസ് ഇതാ തുടച്ച് വൃത്തിയാക്കിയിട്ടുണ്ട്. അടുക്കള ഒരുവിധം ക്ലീൻ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതാ എനിക്ക് കുറച്ച് ചെടികളുണ്ട്. ഇന്നലെ ഞാൻ ഈ ചെടികൾക്കൊക്കെ വളം ഇട്ടിട്ടുണ്ടായിരുന്നു. മഴ പെയ്യും വിചാരിച്ചു, പക്ഷെ ഇപ്പോൾ മഴയില്ലല്ലോ. അപ്പം ഇന്നലെ ഞാൻ വെള്ളം ഒഴിച്ചു. ചെടി ഉണങ്ങുമോ വിചാരിച്ച് പിന്നെ ഇന്ന് രാവിലെയും കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ടുണ്ട്. അങ്ങനെ അടുക്കളയിൽ വന്നു, അടിച്ചൊക്കെ വാരി. അടുക്കള മാത്രം അടിച്ചു വാരി. അപ്പം മീൻകാരൻ വന്നിട്ടുണ്ടായിരുന്നു. 1 കിലോ മത്തി വാങ്ങി. അത് കഴുകി വൃത്തിയാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്, വൈകുന്നേരം വെക്കാനാണ് വിചാരിക്കുന്നത്. ഇത്തിരി കപ്പ കിട്ടുകയാണെങ്കിൽ പോയി വാങ്ങണം, അങ്ങനെയൊക്കെയാണ് വിചാരിക്കുന്നത്. നല്ല മത്തിയാണ്. ഇപ്പം മീൻകാരൻ അങ്ങനെ അധികം മീൻ കൊണ്ടുവരാറില്ല, എന്നാലും ഡാമിലുള്ളതൊക്കെ കൊണ്ടുവരും. ഇപ്പം ട്രോളിങ് ആയതുകൊണ്ട്